2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു ജില്ലയാണ് എറണാകുളം. ഇപ്പോൾ തന്നെ പല നിയമസഭാ മണ്ഡലങ്ങളുടെയും വിശദമായ വിവരങ്ങളൊക്കെ പല മാധ്യമങ്ങളും നൽകുന്നതിനിടയിൽ ഈ എറണാകുളത്തിൻ്റെ ഒരു ചിത്രം വളരെ വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ എറണാകുളത്ത് UDF തന്നെയാണ് എപ്പോഴും മുൻതൂക്കം. പക്ഷേ ആകെയുള്ള 14 സീറ്റുകളിൽ 9-5 എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു മുൻതൂക്കം എന്ന് പറയാൻ കഴിയില്ല 2021 സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോഴത്തെ UDF നേതൃത്വവും അതുപോലെ DCC അധ്യക്ഷനൊക്കെ പറയുന്നത് പ്രകാരം 14-ൽ 14 നേടും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തീപാറുന്ന മത്സരം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ 2-3 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരി, അതുപോലെ കൊച്ചി തീരദേശ മണ്ഡലമായ കൊച്ചി. ഇതൊക്കെ UDF കൈകളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ വളരെ ശക്തമാണ് മത്സരം. മറ്റുള്ള 2 മണ്ഡലങ്ങളും UDF കൈകളിൽ ഉണ്ടായിരുന്ന LDF മണ്ഡലമാണ് ഇപ്പോഴത്തെ. അതിനെക്കുറിച്ച് നമ്മൾ ഒരു വിശകലനം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം തൃപ്പൂണിത്തുറയിലേക്ക് തന്നെ വരാം. തൃപ്പൂണിത്തുറയിലേക്ക് ഒരു വിശകലനത്തിന് മുമ്പായി UDF അധികാരത്തിൽ നിലനിർത്തുന്നതും നിലനിർത്തിയിട്ടുള്ളതും നാളെ നിലനിർത്തണമെങ്കിൽ പ്രധാനപ്പെട്ട 3 ജില്ലകൾ, ഒന്ന് തിരുവനന്തപുരവും, ഒന്ന് തൃശ്ശൂരും, ഒന്ന് എറണാകുളമാണ്. ദൗർഭാഗ്യവശാൽ തൃശ്ശൂരും തിരുവനന്തപുരവും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി UDF കൈയൊഴിഞ്ഞിരിക്കുന്നു. പിന്നെ മിച്ചമുള്ളത് എറണാകുളമാണ്. അതെ, എറണാകുളം പോലും ഇപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന തൃപ്പൂണിത്തുറ എടുക്കാൻ കാര്യം വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ, തർക്കങ്ങളിൽ കൂടെ, കോടതി വ്യവഹാരങ്ങളിൽ കൂടിയൊക്കെയാണ് തൃപ്പൂണിത്തുറ ഇലക്ഷൻ റിസൾട്ട് പോലും ഉണ്ടാകുന്നത്. അതെ, ഏറ്റവും പോപ്പുലറായ, ജനങ്ങളുമായിട്ട് ഏറ്റവും പോപ്പുലറായ കെ ബാബുവാണ് UDF വേണ്ടി, മുൻ മന്ത്രി കെ ബാബുവാണ് UDF വേണ്ടി രംഗത്തുള്ളത്. മറുവശത്ത് ഇവർ ചെന്താരകം എന്നൊക്കെ പറയുന്നത് പോലെ M സ്വരാജിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം കെ ബാബു തോൽപ്പിച്ചത്. അതിന് മുന്നിലുള്ള ഇലക്ഷനിൽ അതിന് മുന്നിലുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗം പിറന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സമയം കൂടിയാണത്. ഒരു കൊച്ചിയെ ഒരു മെട്രോ സിറ്റിയാക്കി മാറ്റിയ സമയമാണ്. അതിന് ഏറ്റവും മുന്നിൽ നിന്നത് കെ ബാബുവാണ്, ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തുറയിലേക്ക് മെട്രോ ലൈൻ എത്തിയതും. അങ്ങനെയുള്ള ഒരു കെ ബാബുവിനെ തോൽപ്പിക്കാൻ ആ മണ്ഡലത്തിന് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ ആരെ വേണമെങ്കിലും തോൽപ്പിക്കാം, ആരെ വേണമെങ്കിലും ജയിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തൃപ്പൂണിത്തുറയ്ക്ക് സ്ഥായിയായ ഒരു രാഷ്ട്രീയ നിറയില്ല. ടി കെ രാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. കർത്താവ് NDP കർത്താവ് ഉണ്ടാക്കിയ NSS സപ്പോർട്ടർ ഉണ്ടാക്കിയ NDP കർത്താവ് ജയിച്ചിട്ടുണ്ട്. കെ ബാബു ജയിച്ചിട്ടുണ്ട്. M സ്വരാജ് ജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്നും ജയിച്ചു വന്നവർക്ക് UDF ഒരു അടിത്തറ നൽകിയത് കെ ബാബു തന്നെ ആയിരിക്കാം. അല്ല, UDF സ്ഥിരമായൊരു വിജയം ഓഫർ ചെയ്തത് കെ ബാബു. അതെ, അതിനു മുമ്പ് കർത്താവ് അങ്ങനെയുള്ള ആൾക്കാർ തൽക്കാലം പരീക്ഷിച്ചു എന്നുള്ളതല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നത് കെ ബാബുവാണ്. ഒരു സാംസ്കാരിക മണ്ഡലം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു മണ്ഡലത്തിൽ കെ ബാബു തുടർച്ചയായി ജയിക്കുന്നു. അവിടുന്ന് തന്നെ മന്ത്രിയാകുന്നു, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. കേരളത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറുന്നു. അങ്ങനെയുള്ള ഒരിടത്തു നിന്ന് കെ ബാബുവിന് വലിയൊരു തകർച്ചയുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ പല അഴിമതി കഥകളും ഉണ്ടാകുന്നു. പിന്നീടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ആണ് മണ്ഡലത്തിന് ഒരു ശക്തമായ പോരാട്ടത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കെ ബാബുവിനൊരു തിരിച്ചുവരവ് സാധിച്ചത്, പൂർണ്ണ തകർച്ചയിൽ നിന്നൊരു തിരിച്ചുവരവ് സാധിച്ചത് കെ ബാബുവിനെ തോൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെ MLA M സ്വരാജിൻ്റെ ഈ ധാർഷ്ട്യം, അത് പിണറായി വിജയൻ തൊട്ട് ഇങ്ങോട്ട് താഴെയുണ്ട്. ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം വളരെ പെട്ട് തന്നെ എല്ലാ ജനം സഹിക്കും. പക്ഷെ നിൻ്റെ ധാർഷ്ട്യം, ഞാൻ വോട്ട് ചെയ്യുന്നതിൻ്റെ ധാർഷ്ട്യം സഹിക്കില്ല. സ്വരാജ് ഇപ്പോഴും പറയുന്നതും സംസാരിക്കുന്നതും അതേ ധാർഷ്ട്യത്തിൻ്റെ രീതിയിലാണ്. പക്ഷേ 1000 വോട്ടുകൾക്കാണ് വ്യത്യാസം. അത് മറ്റ് കോൺഗ്രസിൻ്റെ അകത്തെ സാഹചര്യങ്ങളുണ്ട്, നേതൃത്വത്തിൻ്റെ സാഹചര്യങ്ങൾ, പല കാര്യങ്ങളും. BJP നല്ലൊരു വളർച്ചയുണ്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്തോളം. പഴയ BJP നിന്നും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലൊക്കെ BJP നല്ല രീതിയിലുള്ള വളർച്ച നേടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. BJP വളരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം
തൃപ്പൂണിത്തുറ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ. കോൺഗ്രസ്സിന് നാളെ കടന്നു വരണമെങ്കിൽ BJPയെ ശക്തമായി എതിർക്കുന്നൊരു സമീപനം വേണം. അതെ. പ്രകടമായ സമരരംഗത്തേക്ക് കോൺഗ്രസ് തൃപ്പൂണിത്തുറ ഒരു കാര്യത്തിലും വന്നിട്ടില്ല. അതെ. അത് കെ ബാബു ആണെങ്കിലും രാജു പി നായരാണെങ്കിലും വേണുഗോപാലാണെങ്കിലും ആരും വല്ലപ്പോഴും സത്യാഗ്രഹം സമരം അപ്പുറത്തേക്ക് പറഞ്ഞ പേരുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന പേരുകളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കെ ബാബു ആരോഗ്യപരമായി അല്പം ക്ഷീണത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മാത്രമല്ല, വർഷങ്ങളായി 91 തുടങ്ങിയ വിജയ പോരാട്ടം തോന്നുന്നു. അത്രയ്ക്കും വിജയം അദ്ദേഹം അവിടെ തുടങ്ങി. അങ്കമാലിക്കാരൻ തൃപ്പൂണിത്തുറയിൽ വന്ന് അവർ വേരുകൾ ഉറപ്പിച്ചു. എന്തിനായാലും തൃപ്പൂണിത്തുറയുടെ ഒരു നേതാവ്, ഒരു ജേതാവ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് കെ ബാബു തന്നെയാണ്. കെ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ കെ ബാബുവിൻ്റെ വാക്കുകളെ തന്നെയായിരിക്കും. തീർച്ചയായും. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് UDF സാധ്യത കൽപ്പിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ധനപാലൻ്റെ പേരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധനപാലനും കെ ബാബുവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും A ഗ്രൂപ്പിൻ്റെ മുന്നണി പടയാളികളായിരുന്നു. ധനപാലൻ കരുണാകരൻ്റെ കാലത്ത് ഒത്തിരി അവഗണന അനുഭവിച്ചിട്ടുള്ള ആളാണ്. വടക്കേക്കര അങ്ങനെ അവഗണന അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ധനപാലനെ വടക്കേക്കര കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടിയിൽ നിന്നും മാറേണ്ടി വന്നു. അവിടെ പോയി, തൃശ്ശൂർ പോയി, അവിടെ തോറ്റു. അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയ പീഡനങ്ങൾ അനുഭവിച്ച ധനപാലനോട് ഒരു സോഫ്റ്റ് കോർണർ കെ ബാബുവിനെ A ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കെ ബാബുവിന് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതെ. ബാബു അല്ലെങ്കിൽ ധനപാലൻ അല്ലെങ്കിൽ ഒരു പക്ഷെ ആരൊക്കെ സാധ്യതകൾ? പിന്നെ ഇപ്പം ചാനലുകളിലെ താരം രാജു പി നായർ പ്രവർത്തന രംഗത്ത് എല്ലാ പ്രവർത്തന രംഗത്തുണ്ട് താനും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് അനേക വർഷം ഇരുന്നയാളാണ്. അതിലും വലിയ പ്രത്യേകത, ആ സ്ഥാനം മാറി വേറൊരാൾക്ക് കൊടുക്കേണ്ട ഷാജി മാധവന് കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു മടിയും പറയാതെ, ഒരു തർക്കവും പറയാതെ, ഒരു ദിവസം വ്യത്യാസമില്ലാതെ സ്ഥാനം. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം പറഞ്ഞ ഒരു എഗ്രിമെന്റും പാലിക്കാത്ത UDF സംവിധാനങ്ങൾ ഒരാൾ മാറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതാണ് രാജു പിന്നാരുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിബിലിറ്റി. അത് ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസം, പിന്നെ പാർട്ടിയുടെ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും തൃപ്പൂണിത്തുറയ്ക്ക് സ്വരാജിനെ മറുപടി കൊടുക്കാൻ പറ്റിയുള്ള രാജു പി നായർ. അതെ. അതുകൂടാതെ ആശാ സെനിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒക്കെ പേരൊക്കെ വരുന്നുണ്ട്. ഏതായാലും CPMലാണെങ്കിൽ CPMനാണ് ആ സീറ്റ് LDFിലുള്ളത്. CPMൽ നിന്നാണെങ്കിൽ സ്വരാജിൻ്റെ പേര് വരാം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ പേര് വരാം. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ചുമരെഴുത്ത് വരെ നടത്തി അത് മായ്ക്കേണ്ടി വന്ന അരുൺകുമാർ ഒരു പക്ഷേ തൃപ്പൂണിത്തുറയിൽ സ്വരാജിൻ്റെ അഭാവത്തിൽ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെ തൃപ്പൂണിത്തുറ വളരെ സജീവമായി ഒരു പക്ഷേ CN മോഹനൻ്റെ പേരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ എത്തിയ മോഹനൻ്റെ പേരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ല ഞങ്ങൾ തൂത്തുവാരുമെന്ന് UDFും ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് LDFും പറയുന്ന സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് തന്നെ. തൃപ്പൂണിത്തുറ സ്വരാജിനുള്ള ഏറ്റവും അടുത്ത വീക്ക്നെസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പ്രാവശ്യമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കാണുന്നൊരു പാറ്റേൺ, റിയാസിനോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിയാസിനേക്കാൾ കൂടുതൽ വളരാൻ സാധ്യതയുള്ള ആരെയും ഇവർ സമ്മതിച്ചിട്ടില്ല. ഏറ്റവും നല്ല കോഴിക്കോട് റിയാസിൻ്റെ നാട്ടിൽ തന്നെയുള്ള പ്രദീപ് നന്നാപറ്റി. അതെ. അത്തരത്തിലുള്ള ഒരു ചർച്ചകളുണ്ട്. എങ്കിലും തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ അങ്ങനെയുള്ളവരെയും പരിഗണിക്കാം. അത് അവരുടെ രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോൾ തൃപ്പൂണിത്തുറ കഴിയുകയാണെങ്കിൽ നമുക്ക് തൃപ്പൂണിത്തുറ മാറ്റിവെച്ചാൽ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വലിയൊരു മത്സരം നടക്കുന്നത് കളമശ്ശേരി തന്നെയാണ്. P രാജീവ് ഇന്ന് മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി, വ്യാവസായിക നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചിയിലെ കളമശ്ശേരിയുടെ നായകൻ. മാത്രമല്ല കളമശ്ശേരി എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഏകദേശം 15,000-ഓളം വോട്ടിന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ, രാജീവ് താമസം കൊണ്ട് എറണാകുളംകാരനാണെങ്കിൽ അദ്ദേഹം ജനനം കൊണ്ടൊരു തൃശ്ശൂർ ജില്ലക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾ വന്ന് കളമശ്ശേരിയിൽ വളരെ ശക്തമായി വിജയിക്കുക എന്ന് പറയുമ്പോൾ എന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എന്താണ് വഴി UDFന്? ഈ 14-ൽ 14 നേടും എന്ന് പറയുന്ന UDFന് രാജീവിനെ എങ്ങനെ തോൽപ്പിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. രാജീവ് കളമശ്ശേരിയിൽ ജയിക്കുകയല്ല ചെയ്ത്
ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോക്കുകയാണ് ചെയ്തത്. അതെ, അതാണ് രാജീവിനെ ഇതാക്കിയത്. പാലാരിവട്ടം പാലം. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഇഷ്ടം പോലെ വന്നത്. മരട് പാലം ഉൾപ്പെടെ ഒത്തിരി കാലത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ തോൽവിയിൽ നിന്നും രാജീവ് ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണോ? ഏറ്റവും ഈ നിയോജകമണ്ഡലത്തിലെ അടുത്ത പ്രദേശത്ത് കെ ബാബുവിൻ്റെ പേരിൽ പറയുമ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ രാജീവിനുള്ളത് കൊണ്ട് മാത്രം കൈതോലപ്പായിൽ എറണാകുളത്തുനിന്ന് കാശുമായി പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് പോയ നേതാവാരം. ആ ചോദ്യം എല്ലാവരും ആരാന്ന് പറയാൻ ആരും പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇയാളെ ശക്തിധരനെ പോലുള്ള പ്രധാനപ്പെട്ട CPM-ന്റെ മുൻകാല നേതാക്കൾ കൃത്യമായിട്ട് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ അദ്ദേഹം എറണാകുളത്തിൻ്റെ. അപ്പോൾ അത് ആ ഒരു ആരോപണം ബാബുവിനെ പറ്റി പറയുന്ന പോലെ, ബാർക്കോഴ എന്ന് പറയുന്ന പോലെ ഇത് പറയാൻ ഈ പത്രക്കാരെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നുണ്ട്. CPM-ന് എതിരെ വരുന്ന അല്ലെ CPM നേതാക്കൾക്കെതിരെ വരുന്ന ഒരാരോപണവും വളരെ ശക്തമായി മാറുകയോ അതൊരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയോ ചെയ്യാറില്ല. സ്വാഭാവികമായും അതിന് പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടോ എന്നറിയില്ല, അതങ്ങനെ അത് തള്ളിപ്പോവുകയാണ് ചെയ്യാറ്. അതിലുപരി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ആര് വരും, രാജീവിനെ തകർക്കാൻ ആര് വരും? രാജീവ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയോ അവിടെ സാധ്യതയില്ല. കാരണം രണ്ടാമത്തെ ടേമാണ്, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ടേം രാജീവിനെ മാറ്റേണ്ട ആവശ്യമില്ല. രാജീവ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ UDF-ൽ ആരായിരിക്കും? UDF-ൽ ഇപ്പോൾ അത് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞി എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങുകയാണ് എറണാകുളം ജില്ലയിൽ മൊത്തം. അങ്ങനെ ആരോഗ്യപരമായും വലിയ ക്ഷീണത്തിൽ നിൽക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന് മകനെ പരീക്ഷിച്ച് ആദ്യം തന്നെ അടിതെറ്റിയ ഒരവസ്ഥയിൽ മുസ്ലിം ലീഗിന് കൊടുക്കുമോ, അല്ല മുസ്ലിം ലീഗിൽ നിന്ന് അത് കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ഇബ്രാഹിം കുഞ്ഞ് പഴയ പോലെ അത്ര അജയനല്ല മുസ്ലിം ലീഗ്. അല്ല, ഇബ്രാഹിം കുഞ്ഞ് ഒരു സൈഡിലേക്ക് മാറി. പണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ മകനെ നിർത്താൻ പറ്റും. പക്ഷെ ഇന്ന് ഇബ്രാഹിം കുഞ്ഞിനോട് വിരോധമുള്ളവരുണ്ട് ലീഗിൽ. അഹമ്മദ് കബീർ ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ളവർ വിരോധമുള്ളവരുണ്ട്. മറിച്ച് ഇത്തവണത്തെ ഇലക്ഷനിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യാസമായി പ്രായോഗിക സമീപനം എടുക്കാൻ UDF നിർബന്ധിതമാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സീറ്റുകൾ തമ്മിൽ വെച്ച് മാറുകയും ചെയ്യും. അങ്ങനെ കോൺഗ്രസ്സിന് കളമശ്ശേരി സീറ്റ് ഷിയാസാണ് മത്സരിക്കുന്നതെങ്കിൽ UDF-ന്റെ ഏറ്റവും തൃക്കാക്കരയേക്കാൾ ഒരുപക്ഷെ സ്ഥിരമായ സീറ്റായിട്ട് കളമശ്ശേരി മാറും. അതെ, കളമശ്ശേരി പ്രദേശവുമായും ഏറെ വൈകാരിക ബന്ധം അല്ലെങ്കിൽ വളരെ സ്നേഹബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവ് ഷിയാസ് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗ് അത് ഷിയാസിന് നൽകി ഷിയാസ് മത്സരിക്കുന്ന കളമശ്ശേരിക്ക് പകരം മറ്റൊരു സീറ്റ് ലീഗ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം അഥവാ UDF-ൽ മുസ്ലിം ലീഗിൽ നിന്ന് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഷിയാസിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും മത്സരിക്കുക എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഷിയാസ് തന്നെയാണ് സ്ഥാനാർത്ഥി എങ്കിൽ അത് മത്സരം കേരളത്തിൻ്റെ വ്യാവസായിക മന്ത്രിയും അതുപോലെ എറണാകുളത്തിൻ്റെ DCC അധ്യക്ഷനും തമ്മിലാണ്. നല്ല ഒരു പൊരിഞ്ഞ പോരാട്ടം, അല്ലെങ്കിൽ പോരാട്ടത്തിന്റെ ഒരു ആവശ്യം ഉണ്ടാകുന്നെന്ന് തോന്നുന്നില്ല. പോരാട്ടം ഉണ്ടാകില്ല. പക്ഷെ അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. അപകടം പതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷിയാസ് അവിടെ മത്സരിക്കുന്നില്ല. ഷിയാസുമായി മുസ്ലിം ലീഗ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ, മുസ്ലിം ലീഗ് പകരം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് ആലുവയാണെങ്കിലോ? അല്ല, ആലുവയാണെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ സാധ്യതയില്ല. അത് മറ്റൊരു കാര്യം. അതിനപ്പുറത്ത് കളമശ്ശേരിയിൽ സംഭവിക്കുന്ന ഒരു അപകടം മറ്റൊന്നുണ്ട്. 2021 കളമശ്ശേരിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച അപകടം സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല. BJP-യുടെ വോട്ടുകളാണ്. 11,000-ൽ ചില്ലാനം വോട്ടുകളാണ് P. രാജീവിന് BJP-യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. BJPക്ക് കുറവ് വരികയും അത് P. രാജീവിന് ലഭിക്കുകയും ചെയ്തു. ഒന്ന്, മുസ്ലിം നാമധാരിയോട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തോടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ P. രാജീവിനെ ജയിപ്പിക്കേണ്ട ഒരു അജണ്ട ഇപ്പോൾ തൃത്താലയിൽ VT ബലറാമിനെ തോൽപ്പിച്ചതുപോലെ, മറ്റു ചിലയിടങ്ങളിൽ ബന്ധം ഇവർ കാത്തു സൂക്ഷിച്ചതുപോലെ, KM ഷാജിയെ തോൽപ്പിച്ചു വിട്ടതുപോലെ, ഈ നമ്മുടെ കളമശ്ശേരിയിൽ P. രാജീവിനെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം BJPയും കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്. അല്ലെങ്കിൽ 11,000 വോട്ടൊന്നും കുറഞ്ഞു പോകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഷിയാസിനെ തോൽപ്പിക്കാനും ഈ 11,000 വോട്ടുകൾ അവർ ഉപയോഗിച്ചാലും അതിനെത്രയോ മുകളിലേക്ക് ഷിയാസ് വരും എന്നുള്ളത് കൊണ്ട്
UDF-ന് ഷിയാസാണ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഒരു തലവേദന ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല മറിച്ച് പഴയ തരത്തിൽ തന്നെ മുസ്ലിം ലീഗിന് തന്നെ ആ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും UDF എന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടപ്പെട്ടാൽ അവിടെ മുസ്ലിം ലീഗിന് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ല, ആരെങ്കിലും കെട്ടിയിറക്കണം, തോൽക്കാനും സാധ്യതയുണ്ട്. അല്ലെ പിന്നെ KM ഷാജിയെ പോലുള്ള ആളെ കൊണ്ടുവരണം. അത് മാത്രമല്ല, ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചു കളമശ്ശേരിക്ക് പകരം ആലുവയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ആലുവ ഒരിക്കലും UDF-ൽ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള സീറ്റ് കോൺഗ്രസ്സുകാർ പറയും. എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നാമതായി ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മണ്ഡലം കൊച്ചിയാണ് വിട്ടുകൊടുക്കാൻ സാധ്യത എന്നുള്ളൊരു സംസാരവും എന്നൊരു വാർത്തയും കൊച്ചിയെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണത്? കൊച്ചിയിൽ കളമശ്ശേരി പോലെ തന്നെ മുസ്ലിം ലീഗിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ലീഗിൻ്റെ സജീവമായി കൊച്ചിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന സംശയമുണ്ട് UDF-ന് വേണ്ടി. പിന്നെ കൊച്ചിയിൽ കുറെ കൂടെ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രീകരണം പല സ്ഥലങ്ങളിലുണ്ട്. അവർ സ്വാഭാവികമായും CPM-മായി ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ ഫലമായിട്ടാണ് മാക്സ് അവിടെ ജയിക്കുന്നത്. തീർച്ചയായിട്ടും മാക്സിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ആദ്യം വെറും 1000 വോട്ടുകൾക്ക് 1000 ചില്ലാനം വോട്ടുകൾക്ക് ജയിച്ച മാക്സി രണ്ടാമത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് അവിടെ 10,000-ന് മുകളിൽ വോട്ടിനാണ് ജയിക്കുന്നത്. ഈ 15,000-ഓളം വോട്ടുകൾക്ക് അവിടെ ജയിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നേടിയെടുത്ത ഒരു ജനപ്രിയത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ മൂന്നാമത് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയില്ല. CPM-ൻ്റെ തീരുമാനമനുസരിച്ച് 2 തവണ കൊടുത്തവർക്ക് പിന്നീട് സീറ്റില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിക്ക് അവിടെ സീറ്റില്ല. മാക്സി മാറുകയാണെങ്കിൽ മറ്റുള്ള തലങ്ങളിൽ ഒട്ടനവധി പേരുകൾ വരാം. നേരത്തെ ഷൈൻ ടീച്ചറുടെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേയർ അനിൽകുമാറിനെ ഒരു പക്ഷേ പരീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ഇവർ വന്നാലും മുസ്ലിം ലീഗിന് ഇത് വിട്ടുകൊടുത്താൽ ആര് വരും? മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്താൽ KM ഷാജിയെ തന്നെ മത്സരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. കൊച്ചി രാജാവായി KM ഷാജി തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് അത് വന്നാൽ ഇതും ഒരു തീപ്പൊരി മത്സരമായി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഏറ്റവും വലിയ തീപ്പൊരി മത്സരം. KM ഷാജിക്ക് എവിടെ പോയാലും നല്ലൊരു പോരാളിയുടെ പരിവേഷം എവിടെയും ലഭിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സീറ്റ് ഇപ്പോൾ അദ്ദേഹം മത്സരിച്ച അഴീക്കോട് സീറ്റിൽ നിന്ന് അദ്ദേഹം മാറാൻ ഉള്ള സാധ്യതയാണുള്ളത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണ്. ഇപ്പോൾ കളമശ്ശേരി അല്ല കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ KM ഷാജിയും ഒരു CPM-ൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുകയും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 3 മണ്ഡലങ്ങൾ എറണാകുളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ KM ഷാജിയുടെ വരവ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മാത്രമായി കാണില്ല. KM ഷാജി ആരും കാണില്ല. അതാണ് KM ഷാജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇബ്രാഹിം കുഞ്ഞി വന്നാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്. KM ഷാജിയാണ് കോൺഗ്രസ് സുധാകരന്റെ ഒരു പരിവേഷം അല്ലെങ്കിൽ സുധാകരന്റെ പ്രിയപ്പെട്ടവൻ എന്നുള്ള ഒക്കെ പേരോടുകൂടി അല്ലെങ്കിൽ ആ ഒരു പരിവേഷത്തോടു കൂടി തന്നെ മത്സരിക്കുകയും അത്രയ്ക്കും നല്ലൊരു മത്സരം കാഴ്ചവെക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ മുസ്ലിം ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു താരപ്രചാരകനുണ്ട് UDF-ന്. അത് നമ്മുടെ ഷാഫി പറമ്പിൽ തന്നെ. ഒരു താരപ്രചാരകനാണ്. MF വിചാരിച്ചാൽ അങ്ങനെ ഒരാൾ ആൾക്കൂട്ടുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഷാഫിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് കോൺഗ്രസിന് ഗുണകരമാകും. ഷാഫി എങ്ങനെയാണോ ഇതിൽ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നും യുവാക്കളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഫിറോസും അങ്ങനെയുള്ള നേതാക്കന്മാരെ വെച്ച് കൊച്ചി കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDF-ൻ്റെ നീക്കം. ഏതായാലും നമ്മൾ പ്രതിപാദിച്ച 3 മണ്ഡലങ്ങൾ തീപാറുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. UDF നേതൃത്വം 14-ൽ 14 നേടുമെന്ന് പറയുമ്പോഴും അത്ര എളുപ്പമല്ല ഈ 3 മണ്ഡലങ്ങൾ മറികടക്കാൻ. പക്ഷേ എളുപ്പത്തിൽ മറികടക്കാം സ്ഥാനാർത്ഥികളെ ശ്രദ്ധിച്ചാൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്.